Okay, the first one is the electronics refrigeration system, electronics refrigerator. അപ്പോൾ ഇതിനെ നമുക്ക് പല രീതിയിൽ അറിയപ്പെടും. 3 ഫ്ലൂയിഡ് അബ്സോർപ്ഷൻ സിസ്റ്റം എന്ന് പറയും, അമോണിയ ഹൈഡ്രജൻ റെഫ്രിജറേറ്റർ എന്ന് പറയും. അപ്പം ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇലക്ട്രോണിക്സ് റെഫ്രിജറേറ്റർ എന്താണെന്ന് ചോദിച്ചാൽ അത് എഴുതാൻ പറ്റണം. 3 ഫ്ലൂയിഡ് അബ്സോർപ്ഷൻ സിസ്റ്റത്തിനെ പറ്റി ചോദിച്ചാൽ അതും ഇതാണ്. അമോണിയ ഹൈഡ്രജൻ റെഫ്രിജറേറ്ററിനെ ബേസ് ചെയ്ത് ചോദിച്ചാലും ഇത് തന്നെയാണ്. ഓക്കെ, സോ വാട്ട് ഈസ് ഇലക്ട്രോണിക്സ് റെഫ്രിജറേറ്റർ, how it's operating, what are the basic principles behind the operation of this particular system, so are all being explained here. Okay, so actually ഈ ഇലക്ട്രോണിക്സ് റെഫ്രിജറേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് UG സ്റ്റുഡൻസ് കണ്ടുപിടിച്ച ഒരു കാറ്റഗറി പെടുന്ന ഒരു സാധനമാണ്. നൗ ഇലക്ട്രോണിക്സ് കമ്പനി ഇപ്പോൾ ഇത് ആക്ച്വലി അവരാണിത് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ദിസ് സിസ്റ്റം ഈസ് നോൺ ആസ് 3 ഫ്ലൂയിഡ് സിസ്റ്റം. 3 ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത് അമോണിയ, ഹൈഡ്രജൻ ആൻഡ് വാട്ടർ. ഇതാണ് 3 ഫ്ലൂയിഡ് എന്ന് പറയുന്നത് കോമ്പിനേഷൻ എന്ന് പറയുന്നത് അമോണിയ, ഹൈഡ്രജൻ ആൻഡ് വാട്ടർ. ഇതിനകത്ത് അമോണിയ ഈസ് യൂസ്ഡ് ആസ് എ റെഫ്രിജറൻറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് ടോക്സിക് ആൻഡ് നോട്ട് അതർവൈസ് പ്രിഫേർഡ് ഇൻ ഡൊമസ്റ്റിക് ആപ്ലിക്കേഷൻ. നമുക്കറിയാം അമോണിയ നമുക്കിപ്പം ഈ ഒരു സിനാറിയോയിൽ ഇപ്പോൾ എന്ന് പറയുന്നത് ടോക്സിക് ആയിട്ടുള്ള റെഫ്രിജറൻസ് ഒന്നും യൂസ് ചെയ്യത്തില്ല. പക്ഷേ ഇലക്ട്രോണിക് സിസ്റ്റത്തിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് അമോണിയയാണ്. സിൻസ് ഇറ്റ് ഈസ് even though it is toxic, it is being used in this electronic system. It is because of the absence of any type of moving parts. അപ്പോൾ ഇതിനകത്ത് ഒരു രീതിയിലുള്ള ഇലക്ട്രോണിക്സ് റെഫ്രിജറേഷൻ സിസ്റ്റത്തിനകത്ത് ഒരു രീതിയിലുള്ള മൂവിങ് പാർട്സും ഇല്ല. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സിസ്റ്റം അബ്സോർപ്ഷൻ സിസ്റ്റം ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് പമ്പ് ഉണ്ടായിരുന്നു, അതിനകത്ത് ഒരു മൂവിങ് സിസ്റ്റം എന്ന് പറയാനായിട്ട് പമ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്ത് അങ്ങനെ ഒരു സിസ്റ്റം പോലും ഇല്ല. ഇത് എൻറ്റയർ സിസ്റ്റം ഓപ്പറേറ്റ്സ് ഓൺ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇതിനകത്ത് ഗ്രാവിറ്റിയുടെ ബേസ് ചെയ്താണ് ഈ സിസ്റ്റം എല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് വെരി സേഫ് ഇൻ ദിസ് സിസ്റ്റം ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് എനി മൂവിങ് പാർട്സ് ഇൻ ദ സിസ്റ്റം ആൻഡ് ദെയർഫോർ ദർ ഇസ് ലീസ്റ്റ് ചാൻസ് ഓഫ് എനി type of leakages. Since why we are preferring ammonia as the refrigerant in this system, it is because the absence of any moving parts and there is a least chance of leakages. Hydrogen is a second fluid, is being used as the lightest gas used to increase the rate of evaporation. So why we preferred hydrogen is because of the to create the evaporation rate, to reduce the pressure in the evaporator. So actually hydrogen comes in the evaporator region. അപ്പോൾ അത് മനസ്സിലുണ്ടായിരിക്കണം എവിടെയാണ് ഹൈഡ്രജൻ ഗ്യാസ് വരുന്നത്. സോ അമോണിയ റെഫ്രിജറൻ്റ് ആണ്. ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഒരു ലോ റെഫ്രിജറൻറ്റ്, ലോ ലൈറ്റസ്റ്റ് ഗ്യാസ് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇൻക്രീസ് ദ റേറ്റ് ഓഫ് ഇവാപറേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിനകത്ത് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ വി ആർ നോട്ട് യൂസിങ് എനി ടൈപ്പ് ഓഫ് എക്സ്പാൻഷൻ ഡിവൈസസ്. എക്സ്പാൻഷൻ യൂസ് ചെയ്യുന്നില്ല. അതർ ടൈപ്പ് ഓഫ് വി ആർ നോട്ട് യൂസിങ് ഈ ടൈപ്പ് ഓഫ് പമ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. ഒരു ടൈപ്പുള്ള മൂവിങ് പാർട്സും നമ്മൾ ഈ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നില്ല. സോ ആ ഒരു കാര്യം മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ, so where this light gas is used, it is used in the evaporator and it is used to increase the rate of evaporation. That is the lighter gas faster the evaporations. Why we are preferring hydrogen? അതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത്. It is the lighter gas so that the evaporation rate becomes much faster of the liquid ammonia passing through the evaporator. So here the liquid ammonia is passing through the evaporator where we are using this hydrogen to increase the rate of evaporation of this ammonia. The hydrogen is also non-corrosive and insoluble in water. This is used in the low pressure side of the system. So hydrogen എന്ന് പറയുന്നത് നമുക്കറിയാം it is a non-corrosive and ഒരു advantage ആയിട്ടുള്ള ഒരു even though it is inflammable, but we can still use it in this refrigerant side because it is used in the low pressure region. Okay, water is used as a solvent. It has the ability to absorb ammonia readily. So water, the മൂന്നാമത്തെ fluid എന്ന് പറയുന്നത് വാട്ടർ ആണ്. It is used as a solvent. It has the ability to absorb ammonia readily. അപ്പം മൂന്ന് ഫ്ലൂയിഡിൻ്റെയും ഇമ്പോർട്ടൻസ് ഇവിടെ ഡിസ്കസ് ചെയ്തു. അമോണിയ is the refrigerant. Hydrogen, it is used to increase the rate of evaporation in the evaporator side. Water, it is used as the absorbent. Here no pump is used. The small energy supply is means of a heater which may be electric or gas. So ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട്, ഹീറ്റ് ഇൻപുട്ട് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. What is the principle behind the electronic system?
It is actually it is Dalton's partial pressure ആണ് യൂസ് ചെയ്യുന്നത്. The principle involved makes use of the properties of gas vapor mixture. If a liquid is exposed to an inert atmosphere, it will evaporate until the atmosphere is saturated with the vapor of liquid. So നമുക്കറിയാം if chemically enabled ആയിട്ടുള്ള ഒരു atmosphere, that is means inert atmosphere, if we exposed a liquid to an inert surface, what happens is the liquid is get evaporated until the atmosphere is get saturated. And evaporation requires heat which is taken from the surroundings in which the evaporation will takes place. അതായത് evaporation നടക്കണമെന്നുണ്ടെങ്കിൽ what required is the heat. That heat should be taken from the surroundings itself. ഇതൊക്കെ നമ്മുടെ ബേസിക് പ്രിൻസിപ്പിൾസ് ആണ്. ഓൾറെഡി നമ്മളിതെല്ലാം ഡിസ്കസ് ചെയ്ത ഫാക്ടേഴ്സും ആണ് എന്താണ് ഇവാപറേഷൻ എന്നുള്ളതൊക്കെ. The cooling effect is thus produced. The partial pressure of the refrigerant vapor, in this case ammonia, must be low in the evaporator or higher in the condenser. So what happens is we are using the ammonia as the refrigerant. Ammonia as the refrigerant. Since the ammonia comes in the evaporator, it gets evaporated first. So in the presence of this hydrogen. So for this evaporation, it requires heat. This heat is being extracted from the surroundings. What happens is its temperature comes down, means in evaporator temperature corrects. Okay. The total pressure throughout the circuit must be constant so that the only movement of working fluid is by convection currents. So here the total pressure in the circuit is constant, so that since we are not using any type of pump here, only natural convection വഴിയായിരിക്കും എന്ത് ചെയ്യാം ഇതിനകത്ത് മൂവ്മെന്റ് നടക്കുന്നത്, ഫ്ലോ നടക്കുന്നത്. Means we are creating a low pressure inside the evaporator and we are having the high pressure, means that the atmospheric pressure at the condenser side. The partial pressure of ammonia is kept low in the request part of the circuit by concentrating hydrogen in those parts. So the partial pressure, so we are getting that total pressure by mixing the hydrogen as well as the ammonia present over there. Okay, this principle ആണ്, you will get the more idea when I explain the working side. Okay, I will explain it with this figure. ഇതാണ് ഒരു ഇലക്ട്രോണിക്സ് റെഫ്രിജറേറ്ററിന്റെ ലേഔട്ട്. സി ഇതിനകത്ത് ഓരോ കമ്പോണൻസും, യു ക്യാൻ സി എ ജനറേറ്റർ, യു ക്യാൻ സി എ വാട്ടർ സെപ്പറേറ്റർ, എ കണ്ടൻസർ, ഇവാപ്പറേറ്റർ ആൻഡ് അബ്സോർബർ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഈസി ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ആക്ച്വലി ഹാപ്പനിങ്. ഇസ് ഇവിടെ ഇത് എൻ്റെ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിലാണ്. ഓരോ യൂണിറ്റിനും പ്ലേസ് ചെയ്തിരിക്കുന്ന ഓർഡർ ഉണ്ട്. അതായത് കണ്ടൻസർ ഈസ് പ്ലേസ് കംസ് അറ്റ് ദ ടോപ്പ് എൻഡ് ആൻഡ് ദ വാട്ടർ സെപ്പറേറ്റർ അതിന് തൊട്ട് താഴെയാണ്. ദെൻ വി ഹാവ് ദ ഇവാപ്പറേറ്റർ പ്ലേസ്, അതിനുശേഷം അബ്സോർബർ ആണ്, അതിനുശേഷം ജനറേറ്റർ ആണ്. അപ്പം ഇതിനകത്ത് ഓരോ സിസ്റ്റം പ്ലേസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ പർട്ടിക്കുലർ ഓർഡറിലാണ്. അറേഞ്ച്മെന്റ്സ് എല്ലാം അതിൻ്റെ പൊസിഷൻസ് എല്ലാം ഓൾറെഡി ഫിക്സ്ഡ് ആണ്. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നൗ ഐ വിൽ സ്റ്റാർട്ട് ഫ്രം എനിവേ. അപ്പോൾ ഞാനിപ്പോൾ സപ്പോസ് കണ്ടൻസർ കഴിഞ്ഞുവാണ്. സോ കണ്ടൻസർ കഴിയുമ്പോഴത്തേക്ക് ഐ നോ അമോണിയ ആയിരിക്കും വരുന്നത്. സോ ദ അമോണിയ വിച്ച് ഈസ് കമ്മിങ് ഫ്രം ദ കണ്ടൻസർ. അപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ കണ്ടൻസറിൽ നിന്ന് നമുക്കറിയാം റെഫ്രിജറന്റ് എന്ന് പറയുന്നത് അമോണിയ ആണ്. കണ്ടൻസറിൽ വരുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും, അതിങ്ങനെ കൂളിംഗ് മീഡിയം കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ആ അമോണിയ വേപ്പറിനെ നമ്മൾ കണ്ടൻസ് ചെയ്ത് എന്തായിട്ട് മാറ്റും, ലിക്വിഡ് അമോണിയ ആയിട്ട് മാറ്റും. സോ ഈ ലിക്വിഡ് അമോണിയ ഈ കണ്ടൻസറിൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അണ്ടർ ഗ്രാവിറ്റി വാട്ട് ഹാപ്പൻസ്, ഇറ്റ് ഈസ് ഫ്ലോസ്. ലിക്വിഡ് അമോണിയ ഫ്ലോ ചെയ്ത് എവിടെ വരും, ഇവാപറേറ്ററിൽ വരും. സോ ഇവാപറേറ്ററിൽ വരുമ്പോഴത്തേക്ക് വാട്ട് ഹാപ്പൻസ് ഈസ് അവിടെ എന്തുണ്ട്, ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ട്. ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ട്. സോ ഹൈഡ്രജൻ ഗ്യാസ് ഈസ് there. So what happens is this hydrogen allows the ammonia to evaporate fast at lower pressure. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഹൈഡ്രജൻ ഗ്യാസ് അവിടെ ഓൾറെഡി ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യും, ഈ വരുന്ന അമോണിയ എന്ത് ചെയ്യും, പെട്ടെന്ന് ഇവാപറേറ്റ് ചെയ്യും. പെട്ടെന്ന് ഇവാപറേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ആ ഇവാപറേഷന് വേണ്ടിയിട്ടുള്ള ഹീറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ സറൗണ്ടിങ്സിൽ നിന്ന് എടുക്കും. ആ സറൗണ്ടിങ്സിൽ നിന്ന് അത് എടുക്കുന്നത് കാരണം എന്ത് ചെയ്യും, ഈ ഇവാപറേറ്ററിലെ ടെമ്പറേച്ചർ ഡൗൺ ആവും, കുറയും. ഓക്കെ, സോ അങ്ങനെ ഇവിടെ നമുക്ക് കൂളിംഗ് എഫക്റ്റ് കിട്ടും. അങ്ങനെ ഈ ഹൈഡ്രജൻ എന്ത് ചെയ്യും, ഹൈഡ്രജൻ്റെ യൂസ് ഞാൻ പറഞ്ഞു, ഈ ഹൈഡ്രജൻ വരുന്നത് കൊണ്ടാണ് ഹൈഡ്രജൻ ഇറ്റ് ഈസ് ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ആ
ഒരു ഇവാപ്പറേഷൻ റേറ്റ് നമുക്ക് കൂട്ടുകയാണ് ചെയ്യുന്നത് ഈ ഒരു അമോണിയയുടെ. അത് കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, അത് അമോണിയ ഹൈഡ്രജൻ മിക്സ്ചറായി മാറി. ആ ഹൈഡ്രജൻ അമോണിയ മിക്സ്ചർ നേരെ എവിടെ വരും, അബ്സോർബറിലേക്ക് വരും. അബ്സോർബറിൽ വരുമ്പോഴത്തേക്കും this ammonia which is coming from the evaporator is having the combination of hydrogen as well as ammonia. ഈ അമോണിയ നേരെ എവിടെ വരും, അബ്സോർബറിൽ വരും. അബ്സോർബറിൽ വരുമ്പോഴത്തേക്ക് അവിടെ എന്തിൻ്റെ പ്രസൻസ് ഉണ്ട്, വാട്ടറിൻ്റെ പ്രസൻസ് ഉണ്ട്. സോ വാട്ട് ഹാപ്പൻസ് ഈസ് ദിസ് അമോണിയ ഈസ് ബീൻ അബ്സോർബ് ടു ദ വാട്ടർ. അതായത് ഈ വാട്ടറിൽ സോൾവെൻ്റ് ആണ് വാട്ടർ എന്ന് പറയുന്നത്. ആ വാട്ടറിലേക്ക് അമോണിയ അങ്ങ് ഡിഫ്യൂസ് ചെയ്ത് കയറുകയും ഹൈഡ്രജൻ ഗ്യാസ് അതിൽ നിന്ന് സെപ്പറേറ്റ് ആവുകയും ഹൈഡ്രജൻ ഗ്യാസ് വീണ്ടും എന്ത് ചെയ്യും, ഇവാപ്പറേറ്റിലേക്ക് പോവുകയും ഇവിടുത്തെ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. ഐ തിങ്ക് യു ആർ ക്ലിയർ ഓവർ ഹിയർ. ഓക്കെ, ദെൻ ഫ്രം ദ അബ്സോർബർ വാട്ട് ഹാപ്പൻസ് ഇസ് അവിടെ ഒരു സ്ട്രോങ് സൊല്യൂഷൻ ഫോം ചെയ്യും. അതായത് ലിക്വിഡ് വാട്ടർ ഉണ്ട്, അക്വ അമോണിയ വാട്ടർ കോമ്പിനേഷൻ ഇവിടെ ഫോം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതെന്തായി മാറി, സ്ട്രോങ് സൊല്യൂഷനായി മാറി. ആ സ്ട്രോങ് സൊല്യൂഷൻ ദാറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് അമോണിയ ആൻഡ് വാട്ടർ. ദാറ്റ് ഫ്ലോസ് വീണ്ടും അത് താഴോട്ടാണ് ഫ്ലോ ചെയ്യുന്ന, കാര്യം അണ്ടർ ഗ്രാവിറ്റിയാണ്. ഫ്ലോസ് ആൻഡ് എൻറ്റേഴ്സ് ഇൻ ടു ദ ജനറേറ്റർ. ജനറേറ്ററിൽ വന്നു കഴിഞ്ഞാൽ ഫങ്ഷൻ എന്താണ്, ഹാവ് ടു ഗീവ് ദ ഹീറ്റ്. ഇവിടുന്ന് ഹീറ്റ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലും മാറും, ഇവിടുന്ന് വാട്ടറും അമോണിയയും കൂടെ എന്ത് ചെയ്യും, വേപ്പറാവും മാറും. വേപ്പറായിട്ട് മാറിയിട്ട് സോ അമോണിയ ആൻഡ് വാട്ടർ വേപ്പർ ഈസ് എജക്റ്റഡ് അല്ലെങ്കിൽ ഈസ് റൈസസ് മീൻസ് ദാറ്റ് അതിൻ്റെ പ്രഷർ എന്ത് ചെയ്യും, മാറും, നോർമൽ പ്രഷറിലേക്ക് മാറും. ആ പ്രഷറിൽ എന്ത് ചെയ്യും, ഇത് എവിടെ വരും, നേരെ ഒരു വാട്ടർ സെപ്പറേറ്റർ യൂണിറ്റിൽ വരും. സോ വാട്ടർ സെപ്പറേറ്റർ യൂണിറ്റിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് സോ വി വിൽ സെപ്പറേറ്റ് ദ വാട്ടർ ഫ്രം ദെയർ. വാട്ടർ വേപ്പറാണ് ഇവിടെ വരുന്നത്. വി വിൽ സെപ്പറേറ്റ് ദ വാട്ടർ വേപ്പർ ഫ്രം ഹിയർ. ആ വാട്ടർ വേപ്പറിനെ നമ്മളിവിടെ ഏതെങ്കിലും രീതിയിൽ കണ്ടൻസേഷൻ കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യും, വാട്ടറിനെ നമ്മൾ എന്ത് ചെയ്യും, കണ്ടൻസ് ചെയ്യിക്കും. ആ കണ്ടൻസ് ചെയ്യുന്ന വാട്ടർ എന്ന് പറയുന്നത് എന്തായി, വീക്ക് സൊല്യൂഷനായി മാറും. സോ അതിനകത്ത് കുറച്ച് അമോണിയയുടെ പ്രസൻസും കൂടെ കാണും. കാര്യം എന്ന് വെച്ചാൽ ദിസ് ഈസ് നോട്ട് ഓപ്പറേറ്റിംഗ് ഇൻ എഫക്റ്റീവ് വേ. സോ അതിനകത്ത് വരുന്ന അതായത് വാട്ടർ സെപ്പറേറ്ററിൽ നിന്ന് വരുന്നത് പിന്നെ എന്ന് പറയുന്നത് വീക്ക് സൊല്യൂഷനാണ്. ആ വീക്ക് സൊല്യൂഷൻ വീണ്ടും അണ്ടർ ഗ്രാവിറ്റി നേരെ എവിടെ ഫ്ലോ ചെയ്യും, അബ്സോർബറിലേക്ക് നമ്മൾ പാസ് ചെയ്യും. അവിടെയാണ് കോമ്പിനേഷൻ ഓഫ് അമോണിയ ഇൻ H2 എന്ന് പറയുന്ന ഒരു സ്മോൾ ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കത്തുള്ളൂ, അത് വീക്ക് സൊല്യൂഷൻ ആയിരിക്കും. Now what happens over a water separator, ഇവിടെ നിന്ന് അമോണിയ വേപ്പർ മാത്രം എന്ത് ചെയ്യും, സെപ്പറേറ്റ് ചെയ്യപ്പെടുകയും ആ അമോണിയ നേരെ എവിടെ വരും, കണ്ടൻസർ യൂണിറ്റ് വരികയും വീണ്ടും അത് അമോണിയ ലിക്വിഡായിട്ട് മാറുകയും വീണ്ടും സൈക്കിൾ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും. ഇതാണ് ഒരു ഇലക്ട്രോണിക്സ് റെഫ്രിജറേറ്റർ സിസ്റ്റം എന്ന് പറയുന്നത്. അണ്ടർസ്റ്റുഡ്? അരുൺ മനസ്സിലായോ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതിനകത്ത്, ഏതെങ്കിലും പോർഷനകത്ത്? പ്രിൻസിപ്പിൾ ഓരോ യൂണിറ്റിന്റെ വർക്കിംഗ് എല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഏതെങ്കിലും പോർഷനിൽ ഞാൻ പറഞ്ഞത് ബ്രേക്ക് ആവുകയോ ക്ലാരിറ്റി വരാതെ ഇരിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല സാർ, കുഴപ്പമില്ല സാർ. കുഴപ്പമില്ലെന്നുള്ള മനസ്സിലായില്ലേ? സാർ ഓക്കെ, അപ്പം ഇത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഫിഗർ വരയ്ക്കാം. ഇതാകുമ്പോൾ കുറച്ചുകൂടെ നല്ലതാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പൊസിഷൻസ് ഒക്കെ വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ എളുപ്പമാണ്. കാര്യം ഓരോ യൂണിറ്റും പ്ലേസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഓർഡർ പൊസിഷൻസ് എല്ലാം വെച്ചിട്ടാണ്. ആ പ്ലേസ്മെന്റ് വെച്ച് നമുക്ക് കറക്റ്റായിട്ട് ഈസി ആയിട്ട് ഇത് ഐഡന്റിഫൈ ചെയ്ത് ആ ഒരു ഇതിൻ്റെ ഒരു വർക്കിംഗ് നമുക്ക് ഈസി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. സോ ഇത് അറോറയിലെ ഫിഗർ ആണ് ആൻഡ് ദിസ് കംസ് ഇൻ കുർമി. ഇതും സെയിം തന്നെയാണ്, സെയിം രീതിയിൽ തന്നെയാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. സോ വാട്ടർ സെപ്പറേറ്റിന് പകരം ഹിയർ ദേ ടേംഡ് ഇറ്റ് ആസ് എ rectifier. Rectifier itself is doing as the water separation. ഓക്കെ, പിന്നീട് ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ജനറേറ്ററിനകത്ത് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ദ വീക്ക് സൊല്യൂഷൻ ഈസ് കംസ് ബാക്ക് ടു ദ അബ്സോർബർ ത്രൂ ആൻ ഹീറ്റ് എക്സ്ചേഞ്ചർ എന്നൊക്കെ ഒരു അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സോ either you can select this figure and explain or you can use that previous figure. It's your choice. ഏതാണെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ബാക്കിയെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് വിട്ടിട്ടുണ്ട്. സോ ഹൈഡ്രജൻ എന്തിനാണെന്ന് സെപ്പറേറ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ നേരത്തെ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ്
ഇവിടെ പറഞ്ഞിരിക്കുന്നത്. You can just read through it. So advantages and disadvantages of electronics refrigerator or conventional refrigerators. Since we are not using any type of pump or compressor, no mechanical troubles, maintenance cost is less. There is no pump, there is no compressor, so lubrication problem is not there. No wear and tear is there. So completely leak proof, since the absence of moving parts. Uh, there is no moving part, it is noiseless. No chance of pressure unbalancing and no need of any type of valves over here, since all the system is packed. System may be designed to use of any available source of thermal energy, process, steam, exhaust from the engine or turbine, solar energy. ഏത് രീതിയിലുള്ള ഹീറ്റ് സോഴ്സ് നമുക്ക് ഇതിനകത്ത് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. It is easy to control simply by controlling the heat input. So having some disadvantages, its construction is actually complicated, and also the working. Then COP is much less compared to the conventional system. Its COP is very low. The major disadvantage of this type of refrigerator is that if it is spoiled once, it cannot be repaired and has to be replaced fully. So it means that ഇതെല്ലാം ഒരു പാക്കേജ് ആയിട്ടാണ് വരുന്നത്. So nowadays it is being changed. പക്ഷേ this is actually drawback. We are termed this thing is actually placed in the disadvantages section. കാര്യം നമുക്ക് ഈ ഒരു സിസ്റ്റത്തിനകത്ത് എന്തെങ്കിലും ഡിഫക്റ്റോ എന്തെങ്കിലും കോസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ we have to go for a new one. ഇതിനെ റീപ്ലേസ് ചെയ്യാന്നുള്ള, അല്ലാതെ റിപ്പയർ ചെയ്യാന്നുള്ളൊരു ഓപ്ഷൻ പറയുന്നില്ല. It comes as termed as a disadvantage. Okay. If it's that clear, I'm going into lithium bromide absorption refrigerant system. Is it that clear? Should I go for this? ഇത് പറയട്ടെ, lithium bromide പറയട്ടെ. Okay, sir. Okay. ഇതും അബ്സോർപ്ഷൻ സിസ്റ്റം കാറ്റഗറി വരുന്നതാണ്. ഇറ്റ് ഈസ് ഈസി. ഇത് നമ്മൾ നേരത്തെ പഠിച്ച അമോണിയ വാട്ടർ അബ്സോർപ്ഷൻ സിസ്റ്റം പോലെ തന്നെയാണ്. പക്ഷേ അമോണിയ വാട്ടർ അബ്സോർപ്ഷൻ സിസ്റ്റം എടുക്കണമെന്നുണ്ടെങ്കിൽ അമോണിയ എന്ന് പറയുന്നത് റെഫ്രിജറന്റും വാട്ടർ എന്ന് പറയുന്നത് അബ്സോർബന്റും ആണ്. ഓക്കെ. ഇവിടെ ലിഥിയം ബ്രോമൈഡ് അബ്സോർപ്ഷൻ റെഫറൻസ് സിസ്റ്റം എടുക്കുകയാണെങ്കിൽ ലിഥിയം ബ്രോമൈഡ് എന്ന് പറയുന്ന സൊല്യൂഷൻ ആയിരിക്കും എന്തെന്ന് പറയുന്നത് അബ്സോർബന്റും, വാട്ടർ എന്ന് പറയുന്നത് എന്താ ആയിരിക്കും റെഫ്രിജറന്റ് എന്ന് പറയുന്നത്. സോ വാട്ടർ റെഫ്രിജറന്റ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമുക്ക് ഈ ഒരു സിസ്റ്റം 0 ഡിഗ്രി സെൽഷ്യസിന് താഴെ അല്ലെങ്കിൽ 0 ഡിഗ്രി സെൽഷ്യസ് മുതൽ താഴോട്ട് യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു റെഫ്രിജറേഷൻ സൈഡാണ്. സോ അതുകൊണ്ട് തന്നെ ഇത് ഈ ഒരു സിസ്റ്റം എപ്പോഴും ചിൽഡ് പർപ്പസിനായിരിക്കും യൂസ് ചെയ്യുന്നത്. കൂളിംഗ് പർപ്പസ് എന്ന് പറയുന്നത് ചിൽഡ് ആപ്ലിക്കേഷൻ. എയ്തർ വി ക്യാൻ യൂസ് ഇൻ എയർ കണ്ടീഷനിങ് പർപ്പസ് ഓർ ഫോർ കൂളിംഗ് ദ ചിൽഡ്. ഒന്നെങ്കിൽ ചിൽഡ് ആയിട്ടുള്ള വാട്ടർ ഉണ്ടാക്കിയെടുക്കാനും, അതല്ലാന്നുണ്ടെങ്കിൽ ഫ്രൂട്ട് ജ്യൂസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചില്ലാക്കി വെക്കാനൊക്കെ ആയിരിക്കും നമ്മൾ ലിഥിയം ബ്രോമൈഡ് അബ്സോർപ്ഷൻ സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ദിസ് പ്രാക്ടിക്കലി യൂസ്ഡ് ഇൻ മേജർ കേസ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് യൂസ്ഡ് ഇൻ എയർ കണ്ടീഷനിങ് പർപ്പസ്. ഓക്കെ. എയർ കണ്ടീഷനിങ്ങിനകത്ത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ സർക്കുലേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം എയർ കണ്ടീഷനിങ്ങിനകത്ത് ഇഫ് വി ഹാവ് സം ട്യൂബ്സ് പ്ലേസ്ഡ് ഓൺ യുവർ റൂം, നമ്മുടെ റൂം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റൂമിന്റെ മുകളിൽ കൂടെ കോപ്പർ ട്യൂബ്സ് പാസ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ കോപ്പർ ട്യൂബ്സിനകത്ത് നമ്മൾ ചിൽഡ് വാട്ടർ പാസ് ചെയ്ത് വിടുകയാണെന്നുണ്ടെങ്കിൽ ആ റൂം കൂളാവും. ഇതാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ആ ചിൽഡ് വാട്ടർ സർക്കുലേഷൻ എന്ന് പറയുന്നത് ആ വാട്ടറിന്റെയും ഈ റൂമിനകത്തുള്ള ഹീറ്റ് അബ്സോർവ് ചെയ്തുകൊണ്ട് നേരെ എയർ കണ്ടൻസർ പാർട്ടിലേക്കോ അല്ലെങ്കിൽ എയർ കണ്ടീഷനിങ് പാർട്ടിലേക്കോ പോകും. അപ്പൊ നമ്മുടെ റൂമിലൂടെ പാസ് ചെയ്യുന്ന ഏരിയ അല്ലെങ്കിൽ നമ്മുടെ റൂം ആയിരിക്കും എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്, ഇവാപ്പറേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ അത് മനസ്സിൽ വെച്ചിട്ട് വേണം ഈ ഒരു സിസ്റ്റം പഠിക്കാൻ വേണ്ടിയിട്ട്. ലിഥിയം ബ്രോമൈഡ് എന്ന് പറയുന്നത് ഒരു സോൾട്ട് ആണ്. അതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഹൈലി ഹൈഗ്രോസ്കോപ്പിക്. ഇറ്റ് ഈസ് മീൻസ് ദാറ്റ് it have this lithium bromide solution salt has highly affinity towards water vapor. വാട്ടറിനോട് ഭയങ്കരമായിട്ട് അഫിനിറ്റി ഉള്ളൊരു കാര്യമാണ് ലിഥിയം ബ്രോമൈഡ് എന്ന് പറയുന്നത്. ലിഥിയം ബ്രോമൈഡ് ഹാസ് സ്ട്രോങ് അഫിനിറ്റി ടുവേർഡ്സ് വാട്ടർ വേപ്പർ ബിക്കോസ് ഓഫ് ഇറ്റ്സ് വെരി ലോ പ്രഷർ. Since water is the refrigerant operating temperature in the evaporator has to be above the freezing point. അപ്പം വാട്ടറിന്റെ ഫ്രീസിംഗ് പോയിന്റിൽ മേളിലായിരിക്കും എന്തിരിക്കുന്നത് എപ്പോഴും നമ്മളൊരു സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് 0 degree Celsius of water. So I forgot to take 0 degree Celsius of water. Lithium bromide solution is corrosive inhibitor
like lithium chromate is often used to protect the metal parts of the system against corrosion. Even though the lithium bromide നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ salt എന്ന് പറയുന്നത് it is highly corrosive ആണ്. So what happens is our copper tube or the tube which are used in the system may be get corroded. So അതിന് വേണ്ടിയിട്ട് we are adding some inhibitor like lithium chromate. Okay, it is not used for below 0 degree Celsius. And this is the reference, this is the slide which is the reference for studying the working of the lithium bromide system. Okay, ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും ഞാൻ വർക്കിംഗ് പറഞ്ഞതിന് ശേഷം. ഓക്കെ, ഇതാണ് ഒരു ലിഥിയം ബ്രോമൈഡ് അബ്സോർപ്ഷൻ സിസ്റ്റത്തിൻ്റെ ഫിഗർ എന്ന് പറയുന്നത്. ഇത് മിക്കവാറും യൂണിവേഴ്സിറ്റിയിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ലിഥിയം ബ്രോമൈഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്, അബ്സോർപ്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാലും 2 ഷെൽസ് ആണ് നമുക്ക് പറയാൻ പറ്റുന്നത്. എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ 2 ഷെൽസ് ആണ് ഉള്ളത്. ഒന്നാമത്തെ ഷെല്ല്, ഒരു ഷെല്ല് എന്ന് പറയുന്നത് ലോ പ്രഷർ ഷെല്ലും രണ്ടാമത്തെ ഷെല്ല് എന്ന് പറയുന്നത് ഹൈ പ്രഷർ ഷെല്ലുമാണ്. ഈ ലോ പ്രഷർ ഷെല്ല് എന്ന് പറയുന്നത് ലോ ടെമ്പറേച്ചർ ഷെല്ലായിരിക്കും, ഹൈ പ്രഷറിലുള്ള ഷെല്ല് എന്ന് പറയുന്നത് ഹൈ ടെമ്പറേച്ചറും ആയിരിക്കും എപ്പോഴും. ഈ 2 കാര്യങ്ങളാണ് നമ്മളിതിനകത്ത് ഓർത്ത് വെച്ചേക്കേണ്ടത്. ഇനി നമ്മൾ ഈ പറഞ്ഞ ലോ പ്രഷർ ഷെല്ല് എന്ന് പറയുന്നത് ഇതാണ്. ലോ പ്രഷർ ഷെല്ലിനകത്ത് വി ഹാവ് ദ ഇവാപ്പറേറ്റർ ആൻഡ് ദ അബ്സോർബർ. ഇത് രണ്ടും കൂടെ ഒറ്റ ഷെല്ലിനകത്താണ് വരുന്നത്, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ദ ഇവാപ്പറേറ്റർ ആൻഡ് അബ്സോർബർ പ്ലേസ്ഡ് ഇൻ എ സിംഗിൾ ഷെൽ. അടുത്ത ഷെല്ല് നോക്കുകയാണെങ്കിൽ ദ കണ്ടൻസർ ആൻഡ് ദ ജനറേറ്റർ വിച്ച് ഈസ് കംസ് അനദർ ഷെൽ. ഇത് രണ്ടിലുമായിരിക്കും നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, അബ്സോർബറിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വി ഹാവ് ദ ഇവാപ്പറേറ്റർ പാൻ ഉണ്ടാവും, ഇവാപ്പറേറ്റർ ടേബിൾ ഉണ്ട്, അല്ലെങ്കിൽ ഇവാപ്പറേറ്റർ പാൻ ഉണ്ടാവും. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഇവാപ്പറേറ്ററിനകത്ത് നിന്ന് വാട്ടർ, ഈ ലൈൻ എടുക്കുകയാണെങ്കിൽ അവിടുന്ന് നമ്മൾ എടുക്കുന്ന കൂൾ ചെയ്യുന്ന വാട്ടറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, എടുത്തുകൊണ്ട് വന്ന് പമ്പ് ചെയ്തുകൊണ്ട് നമ്മൾ നേരെ എന്ത് ചെയ്യാണ്, ഇവാപ്പറേറ്റർ കോയിൽസ് ഉണ്ട്. ഈ ഇവാപ്പറേറ്റർ സെക്ഷനകത്ത് ഇവാപ്പറേറ്റർ കോയിൽസ് ഉണ്ട്. ഈ ഇവാപ്പറേറ്റർ കോയിൽസിനകത്തൂടെ ആണ് നമുക്ക് ആവശ്യമുള്ള ചിൽഡ് വാട്ടർ സർക്കുലേറ്റ് ചെയ്യുന്നത്. ചിൽഡ് വാട്ടർ എന്ന് പറയുന്നത് എവിടെ നിന്ന് വരുന്നതാണ്, അല്ലെങ്കിൽ എങ്ങോട്ട് പോകുന്നതാണ്, ടു ദ എയർ കണ്ടീഷനിങ് പ്ലാന്റിലേക്ക് പോകുന്നതാണ്. ഇപ്പം ഇവിടുന്ന് ഈ ഒരു ട്യൂബിനകത്ത് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ റൂമിൽ നിന്ന് വരുന്ന ഹോട്ട് വാട്ടർ അല്ലെങ്കിൽ വാം വാട്ടർ കയറി വരുവാണെന്നുണ്ടെങ്കിൽ ആ വാം വാട്ടർ ഈ ട്യൂബിനകത്തൂടെ പാസ് ചെയ്ത് വരുമ്പോൾ, ഞാനിപ്പോൾ ഈ ഇവാപ്പറേറ്ററിന്റെ സെക്ഷൻ മാത്രമേ പറയുന്നുള്ളൂ, വർക്കിംഗ് പറഞ്ഞു തുടങ്ങിയില്ല. ഇതുവഴി നേരെ പോകും, ഈ ഒരു ട്യൂബ് സർക്കുലേറ്റ് പോകുമ്പം ആ ട്യൂബിന്റെ മുകളിലേക്ക് ഞാൻ എന്ത് ചെയ്യാണ്, ലോ ടെമ്പറേച്ചറിലുള്ള കൂൾഡ് വാട്ടർ പമ്പ് ചെയ്ത് വിടുകയാണ്. ആ ഒരു ട്യൂബിന്റെ മുകളിലേക്ക് സ്പ്രിങ്കിൾ ചെയ്ത് വിടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, ഈ കയറി വരുന്ന വാം വാട്ടർ എന്ത് ചെയ്യും, ഈ സ്പ്രിങ്കിൾ ചെയ്യുന്ന വാട്ടറിന്റെ ആയിട്ട് ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് പോകുന്ന വാട്ടർ, അല്ലെങ്കിൽ ഈ ട്യൂബിലൂടെ പാസ് ചെയ്ത് പുറത്ത് വന്ന വാട്ടർ എന്ന് പറയുന്നത് ചിൽഡ് വാട്ടർ ആവുകയും ഈ ഇവാപ്പറേറ്ററിന്റെ മേളിൽ വീഴുന്ന വാട്ടർ വേപ്പർ ആവുകയും ചെയ്യും. എന്നുവെച്ചാൽ ലോ പ്രഷർ ആണിത്, അതുകൊണ്ട് അത് വേപ്പർ ആവുകയും ചെയ്യും. ഓക്കെ, അങ്ങനെ വേപ്പർ ആകുന്ന വാട്ടർ എന്ത് ചെയ്യും, ഇത് ലിക്വിഡ് ലിഥിയം ബ്രോമൈഡ് സൊല്യൂഷൻ ആണ് ഇതിനകത്ത് കിടക്കുന്നത്, ഈ അബ്സോർബൻ്റ് ആയിട്ട്. അപ്പൊ എന്ത് ചെയ്യും, ഇവിടുന്ന് ഞാൻ ഈ സ്പ്രിങ്കിൾ ചെയ്ത് വിടുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഈ തണുത്ത വെള്ളം എന്തായി മാറും, വേപ്പറായി മാറും. ആ വേപ്പർ എന്ത് ചെയ്യും, ഉടനെ തന്നെ ഈ ലിഥിയം ബ്രോമൈഡ് അബ്സോർവ് ചെയ്തെടുക്കും. ലിഥിയം ബ്രോമൈഡ് അബ്സോർവ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഇതിനുള്ളിൽ കിടക്കുന്ന ലിഥിയം ബ്രോമൈഡ് എന്ന് പറയുന്നത് വാട്ടറിന്റെ പ്രസൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ അറിയപ്പെടുന്നത് റിച്ച് എന്നുള്ള അല്ലെങ്കിൽ സ്ട്രോങ് ലിഥിയം ബ്രോമൈഡ് സൊല്യൂഷൻ ആയിരിക്കും പറയുന്നത്. സ്ട്രോങ് ലിഥിയം ബ്രോമൈഡ് സൊല്യൂഷൻ ആയിരിക്കും പറയപ്പെടുന്നത്. അപ്പം എന്ത് ചെയ്യും, ഇവിടെ നമ്മൾ ഈ ഇവാപ്പറേറ്റർ കോയിൽസിനകത്തോട്ട് നമ്മൾ തണുത്ത വെള്ളം എവിടെ നിന്ന് വന്ന് ഞാൻ പറഞ്ഞില്ല, ആ തണുത്ത വെള്ളം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ സ്പ്രിങ്കിൾ ചെയ്ത് വിടുമ്പോഴത്തേക്ക് അത് വേപ്പറായി മാറും. ആ വേപ്പർ ആവുന്ന വാട്ടർ എന്ത് ചെയ്യും, ഈ ലിഥിയം ബ്രോമൈഡ് എന്ത് ചെയ്യും, അബ്സോർവ് ചെയ്തെടുക്കും. അപ്പം എന്ത് ചെയ്യും, അത് വീക്ക് സൊല്യൂഷനായി മാറി. ആ വീക്ക് സൊല്യൂഷൻ ഞാൻ എന്ത് ചെയ്യും, പമ്പ് ചെയ്തുകൊണ്ട് നേരെ ഹീറ്റ് എക്സ്ചേഞ്ചറിനകത്തൂടെ പാസ് ചെയ്യും. മീൻസ് ദാറ്റ് അതിന്റെ ടെമ്പറേച്ചർ കുറവാണ്. ആ ടെമ്പറേച്ചർ കുറഞ്ഞ വീക്ക് സൊല്യൂഷൻ ഞാൻ നേരെ എടുത്തുകൊണ്ട് എവിടെ കൊണ്ടുവരും, ജനറേറ്റർ യൂണിറ്റിനകത്ത് കൊണ്ടുവരും. ജനറേറ്റർ യൂണിറ്റിനകത്ത് കൊണ്ടുവരുമ്പോഴത്തേക്ക് ഞാൻ അവിടെ ഒരു ഹീറ്റിംഗ് കോയിൽ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, അതിനെ ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ലിഥിയം ബ്രോമൈഡ് സൊല്യൂഷനിൽ നിന്ന് വാട്ടർ വേപ്പർ എന്ത് ചെയ്യും, സെപ്പറേറ്റ് ചെയ്യും. വാട്ടർ വേപ്പർ സെപ്പറേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് നേരെ എവിടെ വരും, കണ്ടൻസർ യൂണിറ്റിനകത്ത് വരും. കണ്ടൻസർ യൂണിറ്റിനകത്ത് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ആ വാട്ടറിനെ ഞാൻ എന്ത് ചെയ്യും, കണ്ടൻസ് ചെയ്യിപ്പിക്കും. മീൻസ് വേപ്പർ ആയി കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ,
വാട്ടർ ലിഥിയം ബ്രോമൈഡ് സൊല്യൂഷനിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തു. വേപ്പറായി മാറിയെന്ന് ഞാനിവിടെ കണ്ടൻസർ യൂണിറ്റിൽ കൊണ്ടുവരുമ്പോഴത്തേക്ക് അവിടെ വെച്ച് കണ്ടൻസേഷൻ പ്രോസസ്സ് നടത്തും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ സെപ്പറേറ്റ് ആയിട്ടൊരു കൂളിംഗ് അറേഞ്ച്മെന്റ് കൊടുക്കുന്നത്. ഇവിടെ ഒരു കൂളിംഗ് അറേഞ്ച്മെന്റ് കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ആ കണ്ടൻസേറ്റ് എന്ത് ചെയ്യും, വാട്ടറാണ്. ആ കണ്ടൻസേറ്റ് ചെയ്ത വാട്ടർ നേരെ എവിടെ വരും, പ്രഷർ റെഡ്യൂസിങ് വാൽവ് വഴി ഇവാപറേറ്ററിൽ വരും. പ്രഷർ റെഡ്യൂസിങ് വാൽവിലൂടെ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇതിന്റെ പ്രഷറിൽ നിന്ന് അത് ഇവാപറേറ്റർ പ്രഷറിലേക്ക് മാറുകയും ഇവാപറേറ്ററിനകത്ത് കയറുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, അതിന്റെ ടെമ്പറേച്ചർ കുറയുകയും ചെയ്യും. അത് കുറയുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ വീണ്ടും എടുത്ത് സർക്കുലേറ്റ് ചെയ്ത് ഇവാപറേറ്ററിന്റെ മേളിൽ കൂടെ അല്ലെങ്കിൽ ഇവാപറേറ്റർ ട്യൂബ്സിന്റെ മേളിൽ കൂടെ പാസ് ചെയ്ത് വിടുന്നത്. അവിടെയാണ് അങ്ങനെ ഈ ഒരു പ്രോസസ്സ് ഇവിടെ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും. അതായത് ഇവിടുന്ന് കണ്ടൻസേറ്റ് വഴി വരുന്ന വെള്ളത്തിന് ഞാൻ പ്രഷർ റെഡ്യൂസിങ് വാൽവ് വഴി ഇവാപറേറ്ററിനകത്ത് വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, അത് ഭയങ്കരമായിട്ട് തണുക്കുകയും ആ വാട്ടറിനെയാണ് ഞാൻ ഇവിടെ നിന്ന് പമ്പ് ചെയ്തിട്ട് ഇവാപറേറ്റർ ട്യൂബ്സ് ഉണ്ട്, ആ ട്യൂബ്സിനകത്തൂടെ പാസ് ചെയ്ത് വിടുകയും അത് എയർ കണ്ടീഷനിങ് പർപ്പസിന് പോവുകയും ചെയ്യും. ആ ട്യൂബായിട്ട് ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഇവാപറേറ്റ് ചെയ്ത് കിടക്കുന്ന വെള്ളം, കൂളിംഗ് വാട്ടർ, കോൾഡ് വാട്ടർ എന്ന് പറയുന്നത് ഇവാപറേറ്റർ ആവുകയും വേപ്പർ ആവുകയും ആ വേപ്പർ വീണ്ടും എന്ത് ചെയ്യും, ഈ അബ്സോർബറിനകത്ത് കിടക്കുന്ന ലിഥിയം ബ്രോമൈഡ് അബ്സോർവ് ചെയ്യുകയും ചെയ്യും. അത് ആ പാർട്ടാണ്. ഓക്കെ, ദെൻ ഇവിടെ ഈ കണ്ടൻസർ യൂണിറ്റിനകത്ത് നമ്മൾ വാട്ടർ സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയെന്ന് പറഞ്ഞു. അത് കഴിയുമ്പോഴത്തേക്ക് ബാക്കി വരുന്നത് എന്താണ്, റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ലിഥിയം ബ്രോമൈഡ് സൊല്യൂഷനാണ്, സോൾട്ട് സൊല്യൂഷൻ. അത് ഞാൻ എന്ത് ചെയ്യും, ഡ്രെയിൻ ചെയ്തെടുത്ത് വീണ്ടും ഹീറ്റ് എക്സ്ചേഞ്ചറിനകത്തൂടെ പാസ് ചെയ്യുമ്പോഴത്തേക്ക് ഈ വരുന്നതെന്ന് പറയുന്നത് എന്താണ്, ചൂടുള്ളതാണ്, കുറച്ച് ഹീറ്റഡ് ആയിട്ടുള്ളതാണ്. ആ ഹീറ്റഡ് ആയിട്ടുള്ളതാണ് ഇവിടെ വരുന്നത്. ആ ഹീറ്റഡ് ആയിട്ടുള്ള വരുമ്പോഴത്തേക്ക് ഇവിടെ ഹീറ്റ് കണ്ടീഷനും ഈ ട്യൂബിനകത്ത് ഹീറ്റ് കണ്ടീഷനും ഇവിടെ നടന്ന കോൾഡ് കണ്ടീഷനും ആണെന്നുണ്ടെങ്കിൽ ഇത് തമ്മിൽ ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കുകയും ഈ പോകുന്ന അതായത് വീക്ക് സൊല്യൂഷൻ കുറച്ച് ഹീറ്റ് ആവുകയും ഈ സ്ട്രോങ് സൊല്യൂഷൻ വീണ്ടും തണുക്കുകയും ചെയ്യും. ആ തണുക്കുന്ന സാധനമാണ് നമ്മൾ നേരെ ഇവിടെ കൊണ്ട് സപ്ലൈ ചെയ്യുന്നത് ഈ ഒരു അബ്സർവർ യൂണിറ്റിനകത്തോട് വീണ്ടും സർക്കുലേറ്റ് ചെയ്ത് ഇടുന്നല്ലെങ്കിൽ കൊണ്ട് ഫിൽ ചെയ്ത് കൊടുക്കുന്നത്. ഈ രീതിയിൽ ഈ ഒരു സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്യും. ഇസ് ഇറ്റ് ക്ലിയർ? ഇങ്ങനെയാണ് എൻ്റെ വർക്കിംഗ്, എൻ്റെ സിസ്റ്റത്തിന് വർക്കിംഗ് നടക്കുന്നത്. ക്ലിയർ? നമ്പർ 13. Number 13 ഇല്ല, സോറി, നമ്പർ 12. നമ്പർ 12 ഇല്ല. നമ്പർ 10. സർ ക്ലിയർ സർ. ഹലോ. ഓക്കെ ഓക്കെ, ഇപ്പൊ പറഞ്ഞു തരാണ്. നമ്പർ 12 ആണോ 12 ആണോ? ഹലോ. 10. ഓക്കെ, 12 ഉണ്ടോ? ഉണ്ട് സർ. ഓക്കെ, ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? ആണ് സർ. ഓക്കെ, അപ്പം ഇതിന്റെ വർക്കിംഗ് ആണ് ഈ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ലിഥിയം ബ്രോമൈഡ് സൊല്യൂഷൻ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഗോ ടു അനദർ കണ്ടൻസ്. ഓക്കെ, സോ ഇത് ആപ്ലിക്കേഷൻ നമ്മൾ പറഞ്ഞിരുന്ന മേജർ ഫീൽഡ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഇതിനൊരു ഫ്രീസിങ് വാട്ടറിന്റെ ഫ്രീസിങ് ടെമ്പറേച്ചറിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ എബവ് 4 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും നമ്മൾ ഇതിനകത്ത് ആപ്ലിക്കേഷൻ മെയിൻ ആപ്ലിക്കേഷൻ റീജിയനിൽ കിടക്കുന്നത്. അതുകൊണ്ട് എയർ കണ്ടീഷനിങ് പർപ്പസിന് യൂസ് ചെയ്യാറുണ്ട്, ചില്ലിങ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് ചില്ലിങ് ഓഫ് ബിവറേജസ് ആൻഡ് ഫ്രൂട്ട് ജ്യൂസസ്. അപ്പോൾ ഇത് മൂന്നുമാണ് ഇതിന്റെ മേജർ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. So major application lies in the air conditioning part. Okay, now I'm moving to steam jet refrigeration. Parate. സ്റ്റീം ജെറ്റ് റെഫ്രിജറേഷൻ ആകുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റീം പവർ പ്ലാന്റ്സ് ഉണ്ടാവും. സ്റ്റീം പവർ പ്ലാന്റ്സിൽ നമുക്ക് അവൈലബിൾ ആവുന്ന സ്റ്റീം, ആ സ്റ്റീമിനെ നമ്മൾ റെഫ്രിജറേഷൻ സൈഡിൽ യൂസ് ചെയ്യുന്നത് ബൈ യൂസിങ് സം കമ്പോണൻസ്. ഓക്കെ, സപ്പോസ് ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഈസിയാണ്. അതായത് ഇഫ് ദ പ്രഷർ ഓഫ് ഓൺ ദ സർഫസ് ഓഫ് വാട്ടർ ഇസ് റെഡ്യൂസ്ഡ് ബിലോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, വാട്ടർ ക്യാൻ ബി മെയ്ഡ് ബോയിൽ അറ്റ് ലോ ടെമ്പറേച്ചർ. നമുക്കറിയാം ബോയിലിംഗ് ഓഫ് ദ ബോയിലിംഗ് ഓഫ് എനി സബ്സ്റ്റൻസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്രഷർ. ഓക്കെ, നമുക്കറിയാം നോർമലി ദ വാട്ടർ ബോയിൽസ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് അറ്റ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ് പറയാം.
water, പക്ഷേ നമുക്ക് പറയാൻ പറ്റും water boils at 6 degrees Celsius when the pressure on the surface is 5 centimeter of mercury, and at 10 degrees Celsius the pressure is 6.5 centimeters of mercury. അപ്പോൾ നമുക്കറിയാം at lower and lower temperature we can evaporate, we can boil the water if we reduces the pressure. So if we have a flash chamber, in the working principle ആണ് പറയുന്നത്, have a flash chamber which contains 100 kilogram of water. If from this 100 kilogram of water, if suddenly 1 kilogram of water is removed by boiling, അപ്പം ഒരു ഫ്ലാഷ് ചേമ്പർ എടുക്കുകയാണെങ്കിൽ ആ ഫ്ലാഷ് ചേമ്പറിനകത്ത് 100 കിലോഗ്രാം വാട്ടർ കിടക്കുകയാണ്. അതിനകത്ത് നിന്ന് നമ്മൾ 1 കിലോഗ്രാം ഓഫ് വാട്ടർ പെട്ടെന്ന് റിമൂവ് ചെയ്യണം ബൈ മീൻസ് ഓഫ് ബോയിലിംഗ് ചെയ്യുകയാണെങ്കിൽ, ആസ് പ്രഷർ ഇസ് റെഡ്യൂസ്ഡ് ഡ്യൂ ടു ത്രോട്ട്ലിംഗ് ഓഫ് സ്റ്റീം ത്രൂ നോസൽസ്. എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫ്ലാഷ് ചേമ്പറിന് 100 kg വെള്ളം ഉള്ള ഫ്ലാഷ് ചേമ്പറിന് നമ്മൾ ടോപ്പ് സർഫസിൽ, അതിൻ്റെ സർഫസിൽ പ്രഷർ ഭയങ്കരമായിട്ട് കുറയ്ക്കണം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഈ ഫ്ലാഷ് ചേമ്പറിന്, അപ്പം 27 ഡിഗ്രി സെൽഷ്യസിലുള്ള ഒരു ഫ്ലാഷ് ചേമ്പർ അറ്റ്മോസ്ഫിയർ പ്രഷറിലാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ആ വാട്ടർ ബോയിൽ ചെയ്യത്തില്ല. പക്ഷെ ഞാൻ സഡൻലി പെട്ടെന്ന് ഞാൻ അതിൻ്റെ സർഫസ് പ്രഷർ ഭയങ്കരമായിട്ട് കുറയ്ക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് യൂസ് ചെയ്യുന്നത്, ഒരു സ്റ്റീം ജെറ്റ് യൂസ് ചെയ്യാണ്. സ്റ്റീം ജെറ്റ് അല്ലെങ്കിൽ സ്റ്റീം ത്രോട്ട്ലിംഗ് യൂസ് ചെയ്യാണ് ത്രൂ എ നോസൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, വാട്ട് ഹാപ്പൻസ് ഈസ് ഇതിൻ്റെ സർഫസിലുള്ള പ്രഷർ പെട്ടെന്ന് കുറയ്ക്കുമ്പോഴത്തേക്ക് വാട്ട് ഹാപ്പൻസ് ഈസ്, നേരത്തെ പറഞ്ഞ കണ്ടീഷൻസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സഡൻലി പെട്ടെന്ന് പ്രഷർ കുറയ്ക്കുമ്പോഴത്തേക്കും സർഫസിൽ നിന്നുള്ള വാട്ടർ എന്ത് ചെയ്യും, ബോയിൽ ചെയ്യും. ഈ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹീറ്റ് എവിടെ നിന്നായിരിക്കും എടുക്കുന്നത്, റിമൈനിങ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടറിൽ നിന്നായിരിക്കും എടുക്കുക. കാര്യം ബോയിലിങ്ങിന് വേണ്ടിയിട്ടാണ് ഹീറ്റ് ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഹീറ്റ് എവിടെ ആയിരിക്കും, ബാക്കി ഉള്ള വെള്ളത്തിൽ നിന്ന്. ഇപ്പോൾ 1 kg ആണ് നമുക്ക് ബോയിൽ ആവുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഹീറ്റ് എന്ന് പറയുന്നത് ബാക്കി 99 kg എന്നിൽ നിന്നായിരിക്കും അത് എടുക്കുന്നത്. ഓക്കെ, സോ അവിടെ പറയുന്നുണ്ട് അപ്രോക്സിമേറ്റ്ലി 2385 kilojoule of heat will be removed from water, which is equivalent to heat of evaporation of water. The fall in temperature of the remaining water will be, we know that equation എടുക്കുകയാണെങ്കിൽ Q is equal to mCp delta T എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, so what is the change in temperature? Change in temperature എന്ന് പറയുന്നത് Q by mCp ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അപ്രോക്സിമേറ്റ്ലി 2385 kilojoule of heat will be removed suddenly. സോ അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റിമൈനിങ് ക്വാണ്ടിറ്റി എടുക്കണം, മാസ് എന്ന് പറയുന്നത് 90 ആണെങ്കിൽ, സോ 1 kg 100 കിലോഗ്രാം വെള്ളത്തിൽ നിന്ന് ഞാൻ 1 കിലോഗ്രാം ഞാൻ പെട്ടെന്ന് ഇവാപ്പറേറ്റ് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ 99 കിലോഗ്രാം വെള്ളത്തിൻ്റെയും ടെമ്പറേച്ചറും സഡൻലി എത്രയും മാറും, 5.7 ഡിഗ്രി സെൽഷ്യസിലേക്ക് വരും. ഈ ഒരു പ്രിൻസിപ്പിൾ ആണ് നമ്മൾ എന്തിനു യൂസ് ചെയ്യുന്നത്, സ്റ്റീം ജെറ്റ് റെഫ്രിജറേഷന് യൂസ് ചെയ്യുന്നത്. സോ ദിസ് 5.7 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് വാട്ടർ എന്ന് പറയുന്നത് ചിൽഡ് വാട്ടർ ആണ്. ഈ ചിൽഡ് വാട്ടർ നമുക്ക് എന്തിനു വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും, എയർ കണ്ടീഷനിങ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നീടും പറയുന്നുണ്ട്, നമ്മൾ ഈ വാട്ടറിനെ നമ്മൾ റിമൂവ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ we are continuously taking away the kg from the remaining quantity. What happens is the remaining water can be made to freeze. അപ്പം ഈ ഒരു പ്രോസസ്സാണ് നമ്മളിവിടെ സ്റ്റീം ജെറ്റ് റെഫ്രിജറേഷന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഓക്കെ, ഇതാണ് എൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ഫ്ലാഷ് ചേമ്പർ. വർക്കിംഗ് ഞാൻ പറഞ്ഞുതരാം. ഈ ഫ്ലാഷ് ചേമ്പറിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ, സപ്പോസ് ഞാൻ പറഞ്ഞ 100 kg ഓഫ് വെള്ളം വാട്ടർ കിടക്കുകയാണ്. 100 kg ഓഫ് വാട്ടർ is there in this flash chamber. I just suddenly want to remove 1 kg from this chamber. അതായത് 100 kg വെള്ളം ഉള്ളതിനകത്ത് നിന്ന് എനിക്ക് 1 കിലോഗ്രാം വാട്ടറിനെ പെട്ടെന്ന് ഇവാപ്പറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ബാക്കിയുള്ളതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 5.6 ഡിഗ്രി സെൽഷ്യസിലേക്ക് ടെമ്പറേച്ചർ കിട്ടും. അങ്ങനെ 5.6 കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരെ എവിടെ കൊണ്ടുവരും, കോൾഡ് വാട്ടർ ടു ദ AC പ്ലാന്റ്. ആ AC പ്ലാന്റിൽ പോയി അതിൻ്റെ ഫംഗ്ഷനെല്ലാം കഴിഞ്ഞ് വാം വാട്ടർ ആയിട്ട് അത് എവിടെ വരും, തിരിച്ച് ഞാൻ ഈ ഫ്ലാഷ് ചേമ്പറിലേക്ക് തന്നെ സ്പ്രേ ചെയ്ത് കൊടുത്തോണ്ടിരിക്കും. സോ ഇതൊരു ലൂപ്പായിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും ഇവിടെ. ഓക്കെ, അതായത് ഇവിടെ 5.6 ആവുകയും അത് AC പ്ലാന്റിലേക്ക് പോവുകയും അത് റിട്ടേൺ വാട്ടർ എടുത്തുകൊണ്ട് തിരിച്ച് വാം വാട്ടർ ആയിട്ടുണ്ട് തിരിച്ച് വീണ്ടും വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും, സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. ഓക്കെ, ഈ ഒരു ഫ്ലാഷ് ചേമ്പറിനകത്ത് ഞാൻ 5.6 ഡിഗ്രി സെൽഷ്യസ് എത്തിക്കാൻ വേണ്ടിയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് വെച്ചിട്ടാണ് പറയുന്നത്, 5.6 ഡിഗ്രി സെൽഷ്യസ് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് 1 കിലോഗ്രാം ഓഫ് വാട്ടറിനെ ഞാൻ ബോയിൽ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ചേമ്പറിൻ്റെ പ്രഷർ കുറയ്ക്കണം. ആ ചേമ്പറിൻ്റെ പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് യൂസ് ചെയ്യുന്നത്, ബാക്കി ഉള്ള ഈ ഒരു സ്റ്റീം ജെറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നത്.
ഈ ഇത്രയും പാർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഐ ഹാവ് ദ സ്റ്റീം വിച്ച് ഈസ് കമ്മിങ് ഫ്രം ദ ബോയിലർ is allowed to pass through this nozzle. What happens is ഇവിടെ പ്രഷർ കുറയും, ഇവിടെ ഭയങ്കരമായിട്ട് പ്രഷർ കുറയും. പ്രഷർ കുറയുമ്പോൾ എന്ത് സംഭവിക്കുന്നത്, അതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഈ വാട്ടർ ഫ്ലാഷ് ചേമ്പറിനകത്തും എന്ത് ചെയ്യും, പ്രഷർ ഡ്രോപ്പ് ചെയ്യും. പ്രഷർ ഡ്രോപ്പ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഈ സർഫസിലുള്ള വാട്ടർ ബോയിൽ ചെയ്യും പെട്ടെന്ന്. നമ്മൾ നേരത്തെ പറഞ്ഞു വെള്ളം അതിന്റെ പ്രഷർ സർഫസിൽ പ്രഷർ കുറയാണെന്നുണ്ടെങ്കിൽ വാട്ടർ എന്ത് ചെയ്യും, അറ്റ് ലോവർ ടെമ്പറേച്ചർ ബോയിൽ ചെയ്യും. ബോയിൽ ചെയ്യുന്ന വാട്ടർ എന്ത് ചെയ്യും, വേപ്പറായി മാറുകയും ആ വാട്ടർ വേപ്പർ നേരെ ഇവിടെ വരികയും ചെയ്യും. ഇതുവഴി ഒരു തെർമോ കംപ്രഷൻ, അതായത് ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരു തെർമോ കംപ്രഷൻ നടക്കും ഇവിടെ. ആ തെർമോ കംപ്രഷൻ വഴി നമ്മൾ നേരെ ഒരു എജക്ടർ ലൈനിലേക്ക് വരികയും ആ എജക്ടർ ലൈനിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ വാട്ടറിന് നമ്മൾ അല്ലെങ്കിൽ വാട്ടർ വേപ്പറിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യും. ആ വാട്ടർ വേപ്പറിനെ ഞാൻ ഇവിടെ കൊണ്ടുവരികയും ചെയ്യും, ഒരു കണ്ടൻസർ യൂണിറ്റിലേക്ക് കൊണ്ടുവരികയും അതിനെ ഞാൻ വീണ്ടും തിരിച്ച് എന്താക്കി മാറ്റും, കണ്ടൻസ് ചെയ്ത് വെള്ളമാക്കി മാറ്റിയും ആ വാട്ടറിനെ ഞാൻ വീണ്ടും പമ്പ് ചെയ്ത് നേരെ എവിടെ കൊണ്ടുവരും, ബോയിലറിനകത്ത് കൊണ്ടുവരികയും ചെയ്യും. ഇതാണ് ഇവിടെ നടക്കുന്ന വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ലോ പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്ന കാരണം ഈ സ്റ്റീം ഹൈ പ്രഷറിൽ നിൽക്കുന്ന സ്റ്റീം ഇവിടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്ക് വാട്ട് ഹാപ്പൻസ് ഇസ് ആ എക്സ്പാൻഡ് ചെയ്യുന്ന പ്രഷർ എവിടെ ആക്ട് ചെയ്യും, ഫ്ലാഷ് ചേമ്പറിൽ ആക്ട് ചെയ്യും. കാര്യം അത് കണക്റ്റഡ് ആണ്. അപ്പൊ ഈ ഫ്ലാഷ് ചേമ്പറിൽ കണക്ട് ആവുന്നത് കൊണ്ട് ഇവിടെ ലോ പ്രഷർ റീജിയൻ ക്രിയേറ്റ് ചെയ്യുകയും ഇവിടെയുള്ള വെള്ളം എന്ത് ചെയ്യും, പെട്ടെന്ന് ബോയിൽ ആവുകയും ചെയ്യും. ബോയിൽ ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, അതിന് വേണ്ടിയിട്ടുള്ള ഹീറ്റ് സോഴ്സ് എന്ന് പറയുന്നത് എവിടെയാണ്, ബാക്കി റിമൈനിങ് ക്വാണ്ടിറ്റീനെ അത് എടുക്കുകയും ബാക്കി റിമൈനിങ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയിലുള്ള വെള്ളം തണുക്കുകയും ചെയ്യും. നേരത്തെ പറഞ്ഞ കണക്ക് വെച്ചുവാണെങ്കിൽ നമുക്ക് 5.6 ഡിഗ്രി സെൽഷ്യസ് ഇവിടെ റിമൈനിങ് ക്വാണ്ടിറ്റി കിട്ടും. അത് നമ്മളിവിടെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ഒരു സ്റ്റീം ജെറ്റ് റെഫ്രിജറേഷൻ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? Number 29. Sir. Clear ആണല്ലോ? Yes, sir. ഓക്കെ, അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് ഇനി പറയുന്നത്. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ ഇൻ ഓപ്പറേഷൻ ബിക്കോസ് വി ക്യാൻ ചേഞ്ച്. നേരത്തെ പറഞ്ഞു നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സെയിം പ്രോസസ്സ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ വേരി ദ ടെമ്പറേച്ചർ ഇൻ ദിസ് ഫ്ലാഷ് ചേമ്പർ. സോ ബേസ്ഡ് ഓൺ ദ കൂളിംഗ് കപ്പാസിറ്റി we can operate the entire thing. So it is flexible in operation. Okay, cooling capacity can be easily and quickly changed. It has no moving part and such it is vibration free. There is no compressor, there is no pump and a separate unit എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ we can say that it is almost pump is there. സിസ്റ്റത്തിനുള്ളിൽ നോക്കുകയാണെങ്കിൽ there is no moving part, so it is vibration free. The weight of the system per ton of refrigerant capacity is much less. Ability to adjust with quickly to the load variations. ഇത് ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ്, രണ്ടും ഓൾമോസ്റ്റ് സെയിം ആണ്. No hazard from the leakage of refrigerant since we are not using the refrigerant over here. Only refrigerant നമുക്ക് പറയുകയാണെങ്കിൽ it is the water. Can be installed outdoors. Disadvantage എന്ന് പറയുന്നത് the use of direct evaporation to produce chilled water is usually limited as the tremendous volume of vapor is to be handled. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റീമിൽ നിന്ന് വരുന്ന സ്റ്റീമാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, എക്സ്പാൻഡ് ചെയ്യുന്നത്. അപ്പോഴത്തെ എന്ത് ചെയ്യും, അത്രയും സ്റ്റീം എന്ന് പറയുന്നത് എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്ന് പറയുന്നത് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് വേപ്പർ ഫോമായി മാറും. അപ്പോൾ അത്രയും നമ്മൾ സിസ്റ്റത്തിന് വരുന്ന ഔട്ട്പുട്ടിലേക്ക് വരുന്ന സ്റ്റീമിന്റെ ക്വാണ്ടിറ്റി ഭയങ്കര ബൾക്കായിരിക്കും, കൂടുതലായിരിക്കും ബേസ്ഡ് ഓൺ ദ ലോഡ് കണ്ടീഷൻസ്. It is not practically feasible for water below 4 degree Celsius. അപ്പം 4 degree Celsiusന് താഴെ നമുക്ക് ഒരു കാരണവശാലും 4 degree ആണ്, നോട്ട് ഈസ് 40 degree, ഇറ്റ് ഈസ് 4 degree Celsius. നമുക്കറിയാം ഐസ് എന്ന് പറയുന്ന കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യം ഇല്ല. കാര്യം നമ്മൾ റിഫറിംഗ് പർപ്പസിൽ ഇത് എയർ കണ്ടീഷനിങ് പ്ലാന്റിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വി ആർ നോട്ട് യൂസിങ് റെഫ്രിജറേറ്റഡ് വാട്ടർ ഫോർ 0 degree Celsius. ഓക്കെ, സോ ഡിസഡ്വാൻറ്റേജ് കാര്യമായിട്ടില്ല, പറയാനായിട്ടാണ് വേണമെങ്കിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ നമുക്ക് പറയാം ഡിസഡ്വാൻറ്റേജ് പറയുന്നത് സ്റ്റീം അവൈലബിൾ ആവുന്ന സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. തെർമൽ പവർ പ്ലാന്റുകളിൽ മാത്രമേ നമുക്ക് ഒരു സിസ്റ്റം യൂസ് ചെയ്യുള്ളൂ. സോ എവിടെ നമുക്ക് വേസ്റ്റ് ഹീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അബ്സർവേഷൻ യൂണിറ്റ് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാം. ഇവിടെ നമുക്ക് എക്സസ് ആയിട്ട് സ്റ്റീം അവൈലബിൾ ആവുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് സ്റ്റീം ജെറ്റ് റെഫ്രിജറേഷൻ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ ഈ ഇത്രയും സിസ്റ്റങ്ങൾ പഠിച്ചു വരുന്ന സമയത്ത് നിങ്ങൾ ഏതൊക്കെ റെഫ്രിജറേഷൻ സിസ്റ്റമാണ് പഠിച്ചതെന്ന് ഓർക്കണം. ആദ്യം നിങ്ങൾ പഠിച്ചത് എയർക്രാഫ്റ്റ് റെഫ്രിജറേഷൻ, എയർ വെച്ചിട്ടുള്ള റെഫ്രിജറേഷൻ സിസ്റ്റം പഠിച്ചു. അത് കഴിയുമ്പോഴത്തേക്ക് വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം പഠിച്ചു. അത് കഴിഞ്ഞിട്ട് വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റം പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഇലക്ട്രോണിക്സ് പഠിച്ചു. ദെൻ യു സ്റ്റഡിഡ് അബൌട്ട്
lithium bromide system. Then you finally reached into steam jet refrigeration system. ഇത്രയും റെഫറൻസ് സിസ്റ്റംസ് ആണ് നിങ്ങളുടെ സിലബസിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഇനിയും റെഫറൻസ് സിസ്റ്റംസ് ഉണ്ട്. ഇനിയും നമുക്ക് പൾസ് ട്യൂബ് റെഫ്രിജറേഷൻ ഉണ്ട്. വി ക്യാൻ ഹാവ് ദ തെർമോ ഇലക്ട്രിക് റെഫ്രിജറേഷൻ സിസ്റ്റംസ് ഉണ്ട്. വി ക്യാൻ ഹാവ് ദ സൗണ്ട്. വി ക്യാൻ യൂസ് സൗണ്ട് വേവ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് റെഫ്രിജറേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് ടൈപ്പ് റെഫ്രിജറേഷൻ സിസ്റ്റംസ് ഇനിയും ഉണ്ട്. If you are interested, you can search in internet and study it, learn it. ഇതാണ് അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളെല്ലാം വരുന്നത്. ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഓൾറെഡി ഉണ്ട്. ഓക്കെ, സോ ഇതെന്ന് പറയുന്നത് റെഫ്രിജറൻറ്റ് സൈഡാണ്. യു ജസ്റ്റ് ടേക്ക് ഇറ്റ് ആസ് ആൻ അസൈൻമെൻറ്റ്. ലാസ്റ്റ് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും.